തീവ്രമായ ആഗ്രഹവും കഠിന പരിശ്രമവും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി 15 ദിവസം പഠിച്ചാൽ പോലും നിങ്ങളുടെ കയ്യിലുണ്ടാവും. ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, അതായത് KGT ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് എങ്ങനെ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറേ പേര് 2 മാസം പഠിച്ച് ജോലി വാങ്ങിയവരുണ്ട്, 15 ദിവസം പഠിച്ച് ജോലി വാങ്ങിയവരുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ഇതിനുള്ള ട്രിക്ക് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ പലരും കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഗവൺമെൻറ് ജോലി ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, സ്റ്റെനോഗ്രാഫർ, ഈ ഒരു ഫീൽഡിലുള്ള എക്സാം മറ്റുള്ള PSC എക്സാമുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്, ഇതിലെന്താണ് പഠിക്കാനുള്ളത്, ഇതിൻ്റെ സിലബസ് എന്താണ്, എങ്ങനെയൊക്കെയാണ് എക്സാമിൻ്റെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു എക്സാം വരും, അതായത് 1-2 പോസ്റ്റുകൾക്ക് കോമൺ ആയിട്ടുള്ള എക്സാം OMR എക്സാം ആയിട്ടാണ് നടത്തുന്നത്. ടൈപ്പിസ്റ്റ് ഇപ്പോൾ തസ്തികയ്ക്കാണെങ്കിൽ ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 തുടങ്ങിയ പോസ്റ്റുകൾക്കാണെങ്കിൽ ടൈപ്പിസ്റ്റ് ആ ഒരു പോസ്റ്റിനാണെങ്കിൽ OMR എക്സാമിൻ്റെ ബേസിലാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതേസമയം കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, സ്റ്റെനോഗ്രാഫർ, റിപ്പോർട്ടർ തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ OMR എക്സാം അല്ല അതിൽ വരുന്നത്. OMR എക്സാം ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രമാണ്. പിന്നീട് വരുന്ന ഡിക്റ്റേഷൻ ടെസ്റ്റും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കാണ് അവിടെ റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കുന്നത്. സാധാരണ PSC എക്സാമിൽ നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാവുന്നത് എന്നുള്ളത് പറയാം. ഇതിൽ നമുക്ക് GK 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വാട്ടർ അതോറിറ്റീൻ്റെ എക്സാമുകൾക്ക് ടൈപ്പിസ്റ്റ് ആണെങ്കിലും കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും സിലബസ് കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പിന്നെ മറ്റുള്ള മാത്സ് തുടങ്ങിയ സിലബസുകളുണ്ട്. അത് DCA ക്വാളിഫിക്കേഷൻ വരുന്ന പോസ്റ്റുകൾക്കാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത്. DCA ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത മറ്റേത് പോസ്റ്റുകൾക്കാണെങ്കിലും ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, സ്റ്റെനോഗ്രാഫർ, റിപ്പോർട്ടർ ഇതിനൊക്കെ ആണെങ്കിൽ സിലബസ് വരുന്നത് 10 മാർക്ക് GK, പിന്നെ 20 മാർക്ക് മലയാളം, 20 മാർക്ക് ഇംഗ്ലീഷ്, പിന്നെ 50 മാർക്ക് നമ്മുടെ ട്രേഡിൻ്റെയാണ്. അതായത് 10 മാർക്ക് ടൈപ്പ് റൈറ്റിങ്ങും 40 മാർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ പലരും വീഡിയോ കാണുന്നവരിൽ GK പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ 10 മാർക്കിനാണ് GK വരുന്നത്. അപ്പോൾ ഇതിൽ ഈ എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ശരിക്കും പറഞ്ഞാൽ 10 മാർക്കിൽ നമുക്ക് മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുള്ളൂ. ഇതിൽ ബാക്കി വരുന്ന സബ്ജക്റ്റുകളിൽ ഒരു മാറ്റവും സംഭവിക്കാത്ത ടോപ്പിക്സ് ആണ്, അതായത് കറണ്ട് അഫയേഴ്സ് പോലെ മാറാത്ത ടോപ്പിക്സ് ആണ് വരുന്നത്. ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണെങ്കിലും മലയാളം, ഇംഗ്ലീഷ് ഇവയൊക്കെ ആണെങ്കിലും മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഗ്രാമറും വൊക്കാബുലറി ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അതും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാറിപ്പോവാൻ സാധ്യത, അതായത് ഈ കറണ്ട് അഫയേഴ്സ് പോലെ മാറാൻ സാധ്യതയില്ലാത്തതാണ്. ഒരു ഫിക്സഡ് സിലബസ് ആണ് ഇതിൽ വരുന്നത്. സിലബസ് മാറാൻ ചാൻസ് ഉള്ളത്, അതായത് നമ്മൾ വിചാരിക്കുന്നതിലും പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളത് ആകെ 10 മാർക്കാണ്. ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത് 10 മാർക്കാണ് വരുന്നത്. 10 മാർക്കിൽ നമുക്ക് മാക്സിമം 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ സിലബസ് കുറച്ച് വലുതാണെങ്കിലും, വലുത് എന്ന് ഉദ്ദേശിക്കുന്നത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിലാണെങ്കിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് ആണ് വരുന്നത്. ഇതിലും നമുക്ക് എന്താ പറയുക, സിലബസിൽ നിന്ന് പുറത്തായിട്ടുള്ളത്, അതായത് മാറാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. നമ്മൾ ആ സിലബസ് ഫുൾ കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മലയാളവും ഇംഗ്ലീഷും അതുപോലെ തന്നെ വൊക്കാബുലറി, ഗ്രാമർ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാർക്ക് കുറയാൻ സാധ്യതയില്ല. ആദ്യം തന്നെ സിലബസിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ ഒരു പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ കട്ട് ഓഫ് മാർക്കല്ല നമ്മൾ നോക്കേണ്ടത്, അതിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്കോർ ചെയ്യുക, അങ്ങനെയാണ് വരുന്നത്. അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുകളിൽ എത്തുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ഒരു ജോലി തീർച്ചയായിട്ടും വേണം എന്നുള്ളത് ആഗ്രഹിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്, റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്ന്, എനിക്ക് എന്തായാലും
അടുത്ത എക്സാമിന്, അതായത് എഴുതാൻ പോകുന്ന എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ടും വരും. പക്ഷെ അങ്ങനെയല്ല ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾക്കൊരു ജോലിയാണ് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ ജോലി വേണം എന്ന് തന്നെ ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ശ്രമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 അല്ലെങ്കിൽ 10 റാങ്കിൻ്റെ ഉള്ളിൽ വരികയും ആദ്യത്തെ ഘട്ടത്തിൽ അഡ്വൈസ് പോകുമ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുകയും ചെയ്യും. ഇതെൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. പക്ഷെ എനിക്കിതുവരെയായിട്ടും അഡ്വൈസ് വന്നിട്ടില്ല. ഞാനിതുപോലെ എക്സാം എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വരണം എന്നാഗ്രഹിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് ജോലി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം ജസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നു എന്നല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചിട്ടിപ്പോൾ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് അടുത്ത അഡ്വൈസ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ഞാൻ PSC പഠിക്കുന്നുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇത്രയും ലേറ്റായി എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അത് ഈ ബേസ് പഠിച്ചെടുക്കാൻ എനിക്ക് കുറച്ചധികം സമയം എടുക്കേണ്ടി വന്നു. പിന്നെ അതുപോലെ തന്നെ ആദ്യമൊന്നും പഠിച്ചുകൊണ്ടിരുന്നപ്പം ക്വസ്റ്റ്യൻസ് വായിച്ചാൽ എനിക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നില്ല. ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് അത്രത്തോളം അറിയില്ലായിരുന്നു. പിന്നീട് ഇംഗ്ലീഷിൻ്റെ ഡിഗ്രി എടുത്തതിന് ശേഷമാണ്, അതായത് BA ഇംഗ്ലീഷ് എടുത്തതിന് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്, അതായത് പഠിച്ച് മനസ്സിലാക്കാനും കുറച്ച് താമസിച്ചു, ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാനും കുറച്ചധികം താമസിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ലേറ്റ് ആവാൻ കാരണം. എല്ലാവരും പഠിക്കുന്ന രീതി ഒരുപോലെയല്ല. അതുപോലെ തന്നെ പഠിച്ചെടുക്കാൻ ഉള്ള കഴിവും വ്യത്യസ്തമാണ്. അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അതായത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ട് കൂടുതൽ സമയം പഠിക്കാൻ എടുത്ത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ കുറവ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് പഠിച്ച് ജോലിയിൽ കയറി എന്ന് പറയുന്നവരുടെ കാര്യം ഞാൻ ആദ്യം പറയാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പഠിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, ടൈപ്പ് റൈറ്റിങ്, അതിൻ്റെ അത്രയും ബേസ്, അതായത് ആ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചെടുക്കാനെടുത്ത സമയമായിരിക്കും മിക്കവാറും പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മറ്റുള്ള PSCക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ്, മലയാളം നല്ല ബേസ് ഉണ്ടാവും, GK നല്ല ബേസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് എന്ത് ചെയ്താൽ മതി, ഈ ടൈപ്പ് റൈറ്റിങ്ങും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും മാത്രം പഠിച്ചെടുത്താൽ മതി. ഇത് പഠിക്കാൻ സിമ്പിളാണ്, അതുപോലെ തന്നെ പഠിച്ച് മനസ്സിലാക്കാനും സിമ്പിളാണ്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, അത് ഞാൻ ആദ്യം പറയാം. പഠിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ നിങ്ങൾ ആ ടോപ്പിക്ക് മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടോ ആദ്യം എന്ത് ചെയ്യുക, എല്ലാ ടോപ്പിക്കും നല്ല രീതിയിൽ പഠിക്കുക. അത് ടൈപ്പ് റൈറ്റിംഗ് ആണെങ്കിലും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് ആണെങ്കിലും നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ഞാൻ ചെയ്ത ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്ന അത്രത്തോളം കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഓരോ ക്വസ്റ്റ്യനിലും പോയിൻറ്റ്സ് ഉണ്ടാവും. ആ പോയിൻറ്റ്സ് നോട്ട് ഡൗൺ ചെയ്ത് അതെന്താക്കുക, അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ മെറ്റീരിയൽ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് പഠിച്ചത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അതിനുള്ള ഓരോ പോയിൻറ്റും നോട്ട് ചെയ്തിട്ട് അങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിച്ചത്. ആദ്യം ബേസ് പഠിച്ചു, അതായത് എല്ലാത്തിനെ കുറിച്ചുള്ള ബേസ് പഠിച്ചു. ബേസ് പഠിച്ചാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ അത് നോട്ട് ഡൗൺ ചെയ്ത് അത് ഞാൻ സ്വന്തം നോട്ട് ഉണ്ടാക്കിയിട്ട് അത് പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ സ്വന്തം പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. എല്ലാ ദിവസവും മാക്സിമം വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും എടുക്കുമ്പോൾ അതിലെ ഓരോ ഓപ്ഷൻസും എന്താണ് അതായത് ആ ഓപ്ഷൻസ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നിങ്ങൾ സ്വന്തം ക്രിയേറ്റ് ചെയ്യുക. എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അത് മാറ്റി എഴുതി വെച്ചിട്ട് അത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്താൽ തന്നെ, അതായത് ഈ ഞാൻ പറഞ്ഞ രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും ടൈപ്പ് റൈറ്റിങ്ങും ഏകദേശം നമുക്ക് 1 മാർക്ക് പോലും കുറയാതെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. വർക്കൗട്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ മാർക്ക് നോട്ട് ചെയ്ത് പോവുക. ആൻസർ നോക്കാതെ പോയി കഴിഞ്ഞാൽ അതിനൊരു ഗുണമില്ല. എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്വസ്റ്റ്യൻസ് മൊത്തം വായിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. പിന്നെ അതിലുള്ള ഓപ്ഷൻസ് ഓരോന്നിൻ്റെയും ഓരോ ഓപ്ഷൻസും എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ളത് കൂടി ആലോചിച്ച് നോക്കുക. കൂടുതൽ പോയിൻറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിലേക്ക് കൂടുതൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അതായത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, ടൈപ്പ് റൈറ്റിംഗ് ഇത് പഠിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും നമുക്ക് ഈ ടൈപ്പിസ്റ്റിൻ്റെ അല്ല എല്ലാത്തിൻ്റെയും ഇതിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. അതും നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ GK എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ രീതിയിൽ ഉള്ള GK ഒന്നുമില്ല. അതായത് ഇന്ത്യ, കേരളം അതിനെക്കുറിച്ചുള്ള ബേസിക് ഫാക്ട്സ്, പിന്നെ ജിയോഗ്രഫി, പിന്നെ വരുന്നത് പിന്നെ കേരള നവോത്ഥാനം, കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെയാണ് വരുന്നത്. ജനറൽ PSCനെ നോക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ഒരു ടോപ്പിക്കല്ല GK എന്ന് പറയുന്നത്. അപ്പോൾ GK പഠിക്കാൻ പറ്റാത്തവർക്ക്, അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് മാക്സിമം ഫോക്കസ് കൊടുക്കുക. ബേസ് നല്ല രീതിയിൽ പഠിക്കുക. അതിനുശേഷം മാത്രമേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പാടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കണ്ടൻറ്റ് പഠിക്കുമ്പോൾ മലയാളത്തിൽ മനസ്സിലാക്കിയാലും മതി, അത് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ആ ഒരു രീതിയിൽ പഠിക്കുക. മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. പഠിച്ചത് കഴിഞ്ഞതിന് ശേഷം മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം എക്സാമുകൾ വരുമ്പോൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വരിക. അതായത് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എക്സാമിന് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. അടുത്ത എക്സാമിന് വീണ്ടും റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്ത് മാത്രമേ നമുക്ക് ഇതിൽ സ്കോറ് കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് നമ്മളെ ലെവൽ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വർക്കൗട്ടിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ സ്കോറ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ ഒരു രീതിയിൽ പഠിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിൻ്റ് മനസ്സിലാക്കാൻ കൂടുതൽ സമയം എടുക്കണം, അതായത് വേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം സമയം ഉപയോഗിക്കുക. കൂടുതൽ സമയം കണ്ടെത്തിയിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റുന്ന ടോപ്പിക്കാണെങ്കിൽ പെട്ടെന്ന് പഠിച്ച് തീർത്ത് അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആയിരിക്കില്ല. അതായത് വീട്ടിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവില്ല, സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട എന്ന് പറയുള്ളൂ. ചിലപ്പം നമുക്ക് പൈസ ഉണ്ടാവില്ല, അതായത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ തരാൻ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ മറികടക്കേണ്ടത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമാണ്. അതായത് നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലും അത് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പഠിക്കേണ്ട സമയം, പഠിക്കാൻ എടുക്കുന്ന സമയവും നിങ്ങൾക്ക് ജോലി കിട്ടുന്ന സമയവും ഓരോരുത്തരും വ്യത്യാസമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ആഗ്രഹവും കഠിന പരിശ്രമവുമാണ് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും അതായത് ജോലി കിട്ടുന്നത് വ്യത്യാസമായിരിക്കും എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ചിലർക്ക് ചെറിയ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇതിനൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും. നല്ല തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് പ്രശ്നവും നമുക്ക് പരിഹരിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ആർക്കെങ്കിലും എൻ്റെ പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ സബ്ജക്റ്റും എടുക്കുന്നുണ്ട്. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, എല്ലാ പോസ്റ്റിനും ഒരേ സിലബസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പെയ്ഡ് കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. തീവ്രമായിട്ട് ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അടുത്ത് തന്നെ നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.